ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സോപ്പ് മേക്കിംഗ് വീഡിയോനെ പറ്റി പറയാം. എങ്ങനെയാണ് കുറേ പേര് നമ്മുടെ അടുത്ത് വിളിച്ച് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് വാങ്ങിക്കണേ, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് സോപ്പ് മേക്കിംഗ് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം. ഞങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു, കറ്റാർവാഴ അരച്ച് ചേർത്തും അല്ലാതെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഒരു ചെറിയൊരു ഉത്തരം തരാനായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മൾ സോപ്പ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ളവർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണത്. പക്ഷെ അത് ചെയ്യുന്നത് അത്രയും ക്വാളിറ്റിയോട് കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരുപാട് ബേസുകൾ ഇറങ്ങുന്നുണ്ട്. ബേസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഏറ്റവും ലോക്കൽ ബേസ് 50 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടണുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരാൾ വാങ്ങിക്കില്ല. നമ്മുടെ ബേസിന് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കസ്റ്റമേഴ്സ് വിട്ടു പോകാത്തത്. ഫെഡോറ എന്ന ബ്രാൻഡ് എല്ലാവരും ഓർക്കുന്നതിൻ്റെയും കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സൈറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആ സൈറ്റിൽ കയറുക. ആ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സോപ്പിന് വേണ്ടുന്ന എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ, ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റില്ല, ഞങ്ങൾ സാധാരണക്കാരാണ്. ആ സംസാരമൊന്നുമില്ല. നമ്മളൊരു പ്രൊഡക്റ്റാണ് സെയിൽ ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത്രയും കംഫർട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നമുക്കൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു സോപ്പ് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവർക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ, ചുറ്റുമുള്ള സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ആ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് വേദ ഓയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ നമ്മുടെ സൈറ്റ് ഉണ്ട്. വേദ ഓയിൽസ് ആണ് അതുള്ളത്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ സൈറ്റിൽ കയറുക. എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം വാങ്ങിച്ചാൽ മതി. നമുക്ക് എല്ലാം കുറേ 2 കിലോ 5 കിലോ 10 കിലോ ഒക്കെ ഒന്നും വാങ്ങിച്ചു വയ്ക്കേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി വാങ്ങിച്ചു വയ്ക്കുക. എന്നിട്ടത് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മുൻപ് യൂസ് ചെയ്ത ബേസ് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റും അതല്ലാത്തതും വെച്ചിട്ട് ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കമ്പാരിസൺ നടത്താം. എന്നിട്ട് നിങ്ങളതിൻ്റെ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയൂ. അപ്പോൾ നമുക്ക് അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ തുടക്കക്കാരായാലും ഒരുവിധം ചെയ്യുന്നവരാണെങ്കിലും, ഇന്നാൾ ഞാനൊരു ബേക്കറി പോയപ്പം അവിടുത്തെ ഓണർ എന്ന് പറയാം, ഓണറുടെ അമ്മയാ തോന്നുന്നു അത് ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുട ആയിട്ടാണ് അവർ ചെയ്യണത്. അവർ ചെയ്യുന്നത് ആട്ടുംപാൽ സോപ്പാണ് ചെയ്യണത്. അവർക്ക് അവിടെ കുറേ ആടുണ്ട്. അപ്പോൾ ആ പാല് വെച്ചിട്ടാണ് അവർ ചെയ്യണതെന്ന് പറഞ്ഞത്. ഒരിക്കലും പാല് വെച്ചിട്ട് നമുക്ക് ഒരു സോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൽ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ പാല് യൂസ് ചെയ്യുന്നത്. അത് നേരിട്ട് പാലെടുത്തിട്ടല്ല യൂസ് ചെയ്യണത്. പാലെങ്ങനെ യൂസ് ചെയ്യാം, അത് തണുപ്പിച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ കോൾഡ് പ്രോസസ് സോപ്പിന് ചെയ്യാൻ പറ്റും. മെൽറ്റ് ആൻഡ് പോറിൽ ഒരിക്കലും നമുക്ക് നേരിട്ട് പാലൊഴിക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ സോപ്പിൽ ആഡ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ സോപ്പ് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആവില്ല, ഞെങ്ങി വരില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും എപ്പോഴും നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ സ്മെല്ല് നമുക്ക് കീപ്പ് ചെയ്ത് പോകാനായിട്ടും എപ്പോഴാണ് നമുക്ക് ഈ സോപ്പിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യണത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ഞാനിങ്ങനെ നീട്ടി ലെങ്താക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീഡിയോ ഇതിൽ നിർത്തണത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം ഇനിയത്തെ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ഈ സോപ്പ് സെയിൽ ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം നമ്മളെങ്ങനെയാണ് സെയിൽ ചെയ്ത് തുടങ്ങിയതെന്നും പറയാം. കാരണം നിങ്ങൾക്കറിയണ പോലെ തന്നെ ഞാനൊരു 7 വർഷമായി തുടങ്ങിയിട്ട് വളരെ ചെറിയ 5 സോപ്പും 8 സോപ്പും 2 സോപ്പും ഒക്കെ സെയിൽ ചെയ്ത സമയങ്ങൾ ഈ ഫെഡോറയുടെ ബ്രാൻഡിന് ഉണ്ടായിരുന്നു. ഫെഡോറയുടെ ബ്രാൻഡ് വെച്ച് തന്നെ നമ്മൾ തുടങ്ങിയത് തന്നെ 6 വർഷമായിട്ടുള്ളൂ. അതിന് മുൻപ് ഇത് ഓരോന്ന് സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ബിസിനസ് ഇത്രയും വരെ കൊണ്ടെത്താൻ പറ്റിയത്. മെയിനായിട്ട് സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഒരാൾ മറക്കരുത്. അഥവാ ഇനിയിപ്പോൾ അതൊരു മടിയായിട്ട് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിന് പോയിട്ട് കാര്യമില്ല. നമ്മൾക്ക് 24 മണിക്കൂർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ മാത്രമേ 24 മണിക്കൂർ പോലെ അരമണിക്കൂർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് അത്രയും അതിനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായത് ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പാണ് എൻ്റെ ബിസിനസ് ഒറ്റയടിക്ക് താഴ്ത്തിക്ക് പോയത്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് സ്ഥിരം വരുന്നവരല്ലാതെ പുതിയൊരാളെ പോലും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ആഡ് ഓൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ചെറിയ അറിവാണ് എൻ്റെ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് അതിൽ പറ്റി എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമായി, ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ്. എല്ലാവരെയും വിളിച്ച് എനിക്കിങ്ങനെ എല്ലാവരുടെയും മെസ്സേജിനൊന്നും മറുപടി തരാൻ പറ്റില്ല. കാരണം കുട്ടികളായിട്ട് വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് വേണം നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അടുത്തൊരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും അറിയുന്നുണ്ടാവുമല്ലോ. നമ്മൾ ക്ലോത്തിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയും ഇതിൽ നമ്മൾ റൺ ചെയ്യാക്കിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കളിക്കുമ്പോൾ. മറ്റേ ഓൺലൈൻ അല്ലാണ്ട് നമുക്കൊരു കടയ്ക്ക് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മളൊരു ഓൺലൈനിൽ ചെയ്യുമ്പോൾ വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മെസ്സേജിനൊന്നും മറുപടി തരാനായിട്ട് എന്നെക്കൊണ്ട് പറ്റാണ്ട് വരുന്നത്. ഞാൻ കാണുന്നതിനൊക്കെ ഒരു വിധത്തിനൊക്കെ ഞാൻ ചെയ്തിരുന്നു, അല്ലാണ്ട് കുറേ ഡൗട്ട്. ഇന്നിപ്പോൾ ഒരാൾ ചോദിച്ചു താരൻ്റെ
സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവർ ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പക്ഷെ അത് മുഴുവൻ വായിച്ച് അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഓരോന്നോരോന്ന് പറയാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വേദ ഓയിൽസ് സെർച്ച് ചെയ്യുക, അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് കൊടുക്കുക. നിങ്ങൾ നല്ലൊരു സെയിൽ നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.